Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സെക്കൻഡ് ടൈം എക്സാമിന് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നോ, നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നെന്നോ, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇംഗ്ലീഷിന്റെ കാര്യം എന്താണെന്ന് പ്രത്യേകം ഒന്നെന്നെ അറിയിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. ആൻഡ് ഇംഗ്ലീഷിന്റെ പേപ്പറിലേക്ക് വരുമ്പോൾ 80 മാർക്കിന്റെ ഒരു വലിയ പേപ്പറാണത്. ആൻഡ് ടു ഗിവ് യു എ ലിറ്റിൽ പെർസ്പെക്റ്റീവ്, 40 marks for discourses, 20 marks for comprehension and another 20 marks for grammar. എനിക്കറിയാം അവസാനത്തെ 20 മാർക്സ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കാരണം ഗ്രാമർ പല ആളുകൾക്കും ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഏകദേശം 6ഓളം ടോപ്പിക്കിൽ നിന്നാണ് ഗ്രാമർ ചോദ്യങ്ങൾ വരുന്നത്. ആൻസർ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? നേരത്തെ പ്രാക്ടീസ് ചെയ്യുക, നേരത്തെ ക്വസ്റ്റ്യൻസ് കാണുക, നേരത്തെ റൂളുകൾ പഠിച്ചു വെക്കുക. ആൻഡ് അതിനൊക്കെ പുറമെ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഫോർ എക്സാമ്പിൾ, എഡിറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ടോപ്പിക്സും അടിപൊളിയായിട്ട് പറയും. ആൻഡ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സിമ്പിൾ റൂൾ എന്ന് പറയുന്നത്, പ്ലീസ് പീപ്പിൾ റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്, റീഡ് യുവർ ബൈബിൾ. അത് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ പാസേജ് ഒക്കെ ഞാനിതിന് മുമ്പ് ഒരു തവണ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ ഇൻസ്റ്റൻസ് നോക്കൂ, ഇത് വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എടുത്ത ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 5 എറേഴ്സ് ആണ് കറക്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. റെഡി? സോ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ പറയാൻ നോക്കണേ. ആൻഡ് പറ്റുമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. ഓക്കെ, നോക്കൂ. ബാംഗ്ലൂർ, ദ സിറ്റി വിച്ച് ഐ ലീവ് വെൻ നോട്ട്. വിച്ച് ഐ ലീവ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ബാംഗ്ലൂരിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബാംഗ്ലൂർ ഒരു സാധനമല്ല, ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് ഒന്നുമല്ല. ബാംഗ്ലൂർ ഒരു പ്ലേസ് ആണ്. സോ ഒരു പ്ലേസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? വേർ ആണ്. സോ ഓപ്ഷൻ, ആദ്യത്തെ ആൻസർ എ ആണ്, ബി. Where I live when not at my village. Not at my village അല്ല, not in my village. എൻ്റെ വില്ലേജിൽ അല്ലാതിരിക്കുമ്പോൾ. സോ in my village. അടുത്തത്, മുണ്ടക്കുട്ടുകുരിശി ഇൻ കേരള was gone through its windy phase. അതിൻ്റെ വിൻഡി ഫേസിൽ കൂടെ, നല്ല കാറ്റുള്ള ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. വാസ് ഗോൺ എന്ന് വെച്ചാൽ ഗോൺ മീൻസ് പോയി എന്നാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. വാസ് ഗോയിങ് ഓൺ അല്ലെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ വാസ് ഗോൺ എന്നുള്ളത് വാസ് ഗോയിങ് ത്രൂ ഇറ്റ്സ് വിൻഡി ഫേസ്. ഡി ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? FAC എന്ന് പറഞ്ഞാൽ എന്താ? മുഖം എന്നല്ലേ? കാലഘട്ടം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസിന്റെ സ്പെല്ലിംഗ് എന്താ? PHASC എന്നല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമുണ്ടോ? ഇല്ല. ഫോർ ഓവർ എ വീക്ക് നൗ, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുകളിലായിട്ട്, എ ബ്രൂട്ടൽ വിൻഡ്, ഒരു ശക്തമായ കാറ്റ്, ഹാഡ് ബീങ് സ്വീപ്പിംഗ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ റൂൾ ഭയങ്കര സിമ്പിൾ ആണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞാൽ, ഹാസ്, ഹാവ് അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞാൽ വേർബിന്റെ ഏത് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? V3 ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സാർ ഇവിടെയുള്ള ബീങ് V3 അല്ലേ? അല്ല. ഇനി അതൊന്നാണ്, ഒന്ന് വേഗത്തിൽ പഠിച്ചു വെച്ചോ. നമ്മൾ സാധാരണ ഈസിനെയും ആമിനെയും ആറിനെയും ഒരുമിച്ച് ബി ഫോം എന്നാ പറയാം. യെസ്, ഈസിനെയും ആമിനെയും ആറിനെയും പൊതുവെ നമ്മൾ എന്താ പറയാ? ബി ഫോം എന്നാ പറയാം. ഇനി ആ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും V2 ആണെന്ത്? വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ നോക്കൂ, ബി ഫോം എന്ന് പറയുന്നത് V1 ആണ്, വാസ് വേർ V2 ആണ്. വാസ് വേർ നമ്മൾ ഒരുമിച്ച് ഒന്നും പറയാറില്ല. ഇനി അതിന്റെ V3 എന്താണ്? അതിന്റെ V3 ബീയിങ് ആണ്. അതിന്റെ V3 ഏതാണ്? ബീയിങ് ആണ്. ആൻഡ് അതിന്റെ ING ഫോം ആണ് എന്ത്? ബീയിങ്. V3 ഏതാണ്? ബീൻ ആണ്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ഹാഡ് ബീങ് ആണോ വരേണ്ടത്? അല്ല, ഹാഡിന്റെ കൂടെ V3 വരുള്ളൂ. സോ ആ പാർട്ടിൽ V3 ഏതാണ്? ബീൻ ആണ്. ആൻസർ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. ഇത് ഏതാ ചാപ്റ്റർ? യെസ്, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ആണ്. വി വെന്റ് അപ്പ് ആൻഡ് മീറ്റ്. ഒരു സംശയവും വേണ്ട, ഇവിടെ കണ്ടു വെന്റ് അപ്പ് എന്ന് പറഞ്ഞാൽ V2 ആണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ മീറ്റ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? മെറ്റ് ആണ്. ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് അല്ലെ? ആ ഓഫ് ആണോ വരിക? അല്ല, OF ആണ്. ഇനി സി, ഹി ലിവ്ഡ് ഓൺ മിറ റോഡ് വേർ. അപ്പൊ നമ്മൾ വിചാരിക്കും മിറ റോഡ് എന്ന് വെച്ചാൽ ഒരു പ്ലേസ് അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ വായിച്ചു നോക്കുക. ഹി ലിവ്ഡ് ഓൺ മിറ റോഡ്, അദ്ദേഹം താമസിച്ചിരുന്നത് മിറ റോഡാണ്. ഡാഷ് ഈസ് എ സബർബ് ഓഫ് മുംബൈ. അത് ഏതാണോ ഒരു മുംബൈയുടെ സബർബ്. സോ മുംബൈയുടെ സബർബ് എന്നുള്ള അർത്ഥത്തിൽ which is a suburb of മുംബൈ എന്നാണ് വരിക. ആൻഡ് he had been dealt അല്ല, കഴിഞ്ഞ
10 വർഷം അല്ലെങ്കിൽ 10 വർഷങ്ങളായിട്ട് അദ്ദേഹം ഡീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ ഹി ഹാഡ് ബീൻ കഴിഞ്ഞാൽ ING വരും. സോ ഹി ഹാഡ് ബീൻ ഡീലിംഗ് എന്നാണ് വരിക. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അപ്പോൾ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് അടുത്തത് എന്ത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുകൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്യാം. സോ താങ്ക് യു എവറിബഡി ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.